ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറേയധികം വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ ചെടികളുടെ ഇടയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ നിൽക്കുന്നത് ചെടികളുടെ ഇടയിൽ അല്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ചെടികളാണ്. ഇതുപോലെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം പലയിടത്തും ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പേര് വന്നിട്ട് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ്. ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടില്ല, ഇതിപ്പോൾ വേറൊരു കളറിൽ നിൽക്കുവാണ്. ഇത് നല്ല റെഡിഷ് ആകും, ഭയങ്കര ചുവപ്പ് കളറാകും, ഇത് നല്ല റെഡ് കളറാകും നന്നായിട്ട് പഴുത്തിട്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. പൊതുവേ ഞാനൊരു ഫ്രൂട്ട്സിൻ്റെ ആളല്ല, അതുകൊണ്ടാവാം. അത് മാത്രമല്ല, ഇതിൽ കുറച്ച് വേറൊരു ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ നട്ടിട്ടുള്ളതാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഈ ഒരു പ്ലാന്റ്. ഭയങ്കര നല്ലതാണ്. ഞാനൊരു എന്താണ് പറയുന്നത്, ചെടികളുടെ ഒന്നും വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്ന ചാനലൊന്നും അല്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതിയപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അല്ലാണ്ട് ചെടികളെക്കുറിച്ചുള്ള ചാനലൊന്നും അല്ല ഇത്. എൻ്റെ മാത്രം ചാനലാണ്. എൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പേരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും കുറച്ച് ചോറ് കഴിക്കാം. മോന് ടെക്സ്റ്റൊക്കെ മേടിച്ചിട്ട് വന്നതിന് ശേഷം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ പോകാമായോ? അപ്പോൾ ലഞ്ചിനങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചോറ്, മീൻ കറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ മോൻ്റെ ബുക്സാണ്. ഈ ഒരു തോക്ക് അവിടെ നിന്ന് കിട്ടിയതല്ല കേട്ടോ, ഇത് മോൻ്റെ കളിപ്പാട്ടമാണ്. അവൻ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പഠിപ്പിക്കുവാണ്. അതുപോലെ ഒരു ലൈറ്റും കാണുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കുവാണ് കേട്ടോ, ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് മാവും ശർക്കര, തേങ്ങ ഇത്രയും കൂടി ഇട്ടിട്ട് വളരെ സിമ്പിളാണെങ്കിലും കുറച്ച് സമയം പണിയുണ്ട് കേട്ടോ. കൂടുതൽ അമ്മയാണത് സെറ്റ് ചെയ്തത്. ഈ വക പരിപാടികളൊക്കെ അമ്മയ്ക്കാണ് കുറച്ചും കൂടെ, എനിക്കിച്ചിരി പാടാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു, ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞങ്ങളൊരു പാർട്ടി കറക്റ്റ് സമയത്താണ് ഇനി ആരും കഴിക്കൂലേ, അടുത്തുള്ള വീട്ടിലുള്ള പാർട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേറൊരു ചെറിയൊരു പാർട്ടി കൂടെ ഉണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു. അപ്പോൾ അതിനും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഫുഡൊക്കെ കഴിച്ചു, സെറ്റായി വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞു, വീട്ടിലെത്തി. ഇനി നിങ്ങൾക്ക് ഇതൊരു കുഞ്ഞൊരു ഇൻട്രോ വീഡിയോ പോലെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ കാണാൻ, അതായത് വ്ളോഗാണോ, അതല്ലെങ്കിൽ ഷോപ്പിംഗ് ആണോ, അതല്ലെങ്കിൽ സംസാരിക്കുന്ന വീഡിയോസാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് പറയുന്നതാണോ, അല്ലെങ്കിൽ ടിപ്സാണോ, ഏതാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.